ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ചെറിയൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക പേരും ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാകും. എങ്കിലും ഞാൻ ആദ്യമായി കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോടും കൂടി ഈ ഒരു കഥ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഞങ്ങളുടെ ദൈവസഭയിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യവും അദ്ദേഹം അതിന് നൽകിയ മറുപടിയുമാണ് ഈ ഒരു കഥയായിട്ട് ഞാൻ നിങ്ങളോട് മുൻപിൽ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും ആ ചോദിക്കുന്ന വ്യക്തികളുടെ ആ ചോദ്യത്തിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹം ആ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നത്. അതായത് വലിയ രീതിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ രീതിയിൽ തന്നെയുള്ള ഉത്തരങ്ങളും, എന്നാൽ കൊച്ചുകുട്ടികൾ, അതായത് കൊച്ചുകുട്ടികളുടെ ചെറിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, അതായത് തിയോളജിക്കൽ പരമോ അല്ലെങ്കിൽ ക്രിസ്റ്റോളജിയോ ഒന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്നത് ആ മനസ്സിലാകുന്ന തരത്തിൽ തന്നെ അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം തൻ്റെ മകൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക പേരും ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാകും. എങ്കിലും എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് കൂടി നൽകുകയാണ്. അതായത് കുഞ്ഞ് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ, അതായത് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദൈവസഭയെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നത് എന്തിനാണ്? അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തിനാണ് ഒരു ആവർത്തന വിരസത പോലെ, അതായത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആവർത്തന വിരസത എന്ന വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്. അതായത് കുഞ്ഞ് ചോദിച്ചത് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ തന്നെ അത് നടക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ആ കുഞ്ഞിന് മനസ്സിലാകാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുത്തു. മോനെ, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. കഥ ഇപ്രകാരമായിരുന്നു അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തൻ്റെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരു വഴിവക്കിലിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ മുന്നോട്ട് പോകാൻ വഴികളില്ല. തൻ്റെ കുടുംബവും ഉപേക്ഷിച്ചു, തൻ്റെ കൂട്ടുകാർ ഉപേക്ഷിച്ചു, നാട്ടുകാർ ഉപേക്ഷിച്ചു. അങ്ങനെ താനായിരുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്ന് അദ്ദേഹം ഒരു വഴിയിലുള്ള ഒരു ബെഞ്ചിൻ്റെ മുകളിലിരുന്ന് അദ്ദേഹം തല താഴ്ത്തി കരയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി തൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്തിനാണ് താൻ കരയുന്നതെന്നും തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും താൻ ഇതുവരെ സഞ്ചരിച്ച വഴികൾ എന്താണെന്നും എല്ലാം അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ജോലി ചെയ്യാൻ തയ്യാറാണോ? നിന്റെ ശരീരം അനങ്ങി അധ്വാനിക്കാൻ നീ തയ്യാറാണോ? എങ്കിൽ നിനക്ക് ഞാൻ ജോലി തരാം. എനിക്ക് മരങ്ങളുടെ കച്ചവടമാണ്. എനിക്ക് മരം വെട്ടാനായി ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ട്. നീ തയ്യാറാണെങ്കിൽ നിനക്ക് ആവശ്യമായ ആയുധങ്ങളും നിനക്ക് ആവശ്യമായ വസ്ത്രവും പാർപ്പിടവും ആഹാരവും താമസിക്കാൻ നല്ല ഒരു ഭവനവും ഞാൻ നിനക്ക് നൽകാം. അദ്ദേഹം ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ആരോഗ്യത്തോടു കൂടി പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം തുടർന്ന് ആ വ്യക്തിയെ തൻ്റെ പുതിയ ജോലിക്കായിട്ട് നിയമിക്കുകയാണ്. വൃക്ഷങ്ങൾ മുറിക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഒരു വലിയൊരു കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട്, ഇതാണ് എനിക്ക് ഇത്രയും ഏക്കർ തോട്ടമുണ്ട്, നിനക്ക് സാധിക്കുന്നിടത്തോളം മരങ്ങൾ വെട്ടുക, അതുപോലെ ആ വെട്ടിയ മരങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തുക, ഏതൊക്കെയാണ് മരങ്ങൾ ഏതൊക്കെയാണ് ഇനങ്ങൾ എന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയർ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഈ മനുഷ്യന് വ്യക്തമാക്കി കൊടുത്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിനക്ക് മുറിക്കാനായിട്ടുള്ള ആയുധങ്ങളും അതുപോലെ നിനക്ക് ചെയ്യേണ്ട സാമഗ്രികളും എല്ലാം ഞാൻ നിനക്ക് ഒരു മുറിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിനക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും നിനക്ക് താമസത്തിന് ആവശ്യമായ ഭക്ഷണത്തിനും ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും ഞാനിതാ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം ഈ ജോലി തുടരുകയാണ്. ഈ ജോലി തുടർന്നപ്പോൾ അദ്ദേഹം തലേ ദിവസം അദ്ദേഹത്തോട് മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആഴ്ചയിൽ വന്ന് കണക്ക് നോക്കും, നീ ചെയ്ത പ്രവർത്തികളും നീ മുറിച്ച മരങ്ങളുടെ എണ്ണമെല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച അദ്ദേഹം പണിയെടുത്തു. ആ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തൻ്റെ മാക്സിമം എഫേർട്ട്, അതായത് എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിൽ സഹായിച്ച വ്യക്തിയെ എനിക്ക് മനസ്സറിഞ്ഞ് സഹായിക്കണം, എനിക്ക് മനസ്സറിഞ്ഞ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് അദ്ദേഹം പൂർണ്ണ മനസ്സോടെ അദ്ദേഹം ജോലി ചെയ്തു. ഓരോ ദിവസവും, അതായത് ഞാനൊരു ഏകദേശ കണക്കുകൾ ചുമ്മാ തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയിൽ 16 മരം വെട്ടി എന്ന് തന്നെ ചിന്തിക്കുക. ചുമ്മാ ഒരു റഫ് ഫിഗർ പോലെ. ഈ ആദ്യത്തെ ആഴ്ച കണക്ക് വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം മുൻപുണ്ടായിരുന്ന ജോലിക്കാരൻ ചെയ്തതിലും 1-2 എണ്ണം കൂടുതൽ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നല്ലവനായ ഒരു ജോലിക്കാരൻ തന്നെ, നീ നിൻ്റെ അധ്വാനത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടെ നീ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കി. തുടരുക, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചോദിക്കുക, ഞാൻ നിനക്ക് തരാം. നീ നന്നായി തന്നെ ജോലി ചെയ്താൽ മാത്രം. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹം ടെസ്റ്റ് ചെയ്യാനായി കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായി ഓരോ ദിവസങ്ങൾ കടന്നു വരുമ്പോഴും അദ്ദേഹം സന്തോഷത്തോടെ കടന്നുപോയി. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും ആയപ്പോൾ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ജോലിയിൽ വന്നു തുടങ്ങി. അതായത് ആദ്യത്തെ ആഴ്ചയിൽ 16 മരങ്ങളാണ് അദ്ദേഹം മുറിച്ച് ശരിയാക്കി ക്രമപ്പെടുത്തി വെച്ചതെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ അത് 14 കുറഞ്ഞു. മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ അത് 10 കുറഞ്ഞു. നാലാമത്തെ ആഴ്ചയിൽ അത് 8, അഞ്ചാമത്തെ ആഴ്ചയിൽ അത് 6. അങ്ങനെ തുടർന്നുള്ള ആഴ്ചകളിൽ മരങ്ങളുടെ എണ്ണം പകുതിയിൽ കൂടുതൽ കുറഞ്ഞു തുടങ്ങി. അതായത് ഓരോ ആഴ്ചകൾ കഴിയും തോറും ഇദ്ദേഹത്തിൻ്റെ മരം മുറിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി. മുതലാളി ചോദിച്ചു, നീ നല്ലവനായി തന്നെയാണല്ലോ എൻ്റെ അടുത്ത് ഇത്രയും ദിവസം ഇത്രയും നാൾ പണിയെടുത്തത്. നിനക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചതാണ്. ആദ്യത്തെ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും കുഴപ്പമില്ലാതെ നീ ജോലി ചെയ്തതാണല്ലോ. പിന്നെ എന്തു പറ്റി നിനക്ക്? ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നീ തുടരുന്നതെങ്കിൽ എനിക്ക് മറ്റൊരാളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യത്തോടെ തിരിച്ചുപോയി. അങ്ങനെ വീണ്ടും തുടർന്നുള്ള ആഴ്ചകളിൽ അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും തോറും അദ്ദേഹത്തിൻ്റെ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. മുതലാളി ചിന്തിച്ചു, അവനൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചതാണ്, പക്ഷെ അവൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറിയോ? എന്തുകൊണ്ടായിരിക്കും അവനെങ്ങനെ തുടരുന്നത്? അവനെ ഇങ്ങനെ തന്നെയാണ് അവൻ തുടരുന്നതെങ്കിൽ ഞാൻ അവനെ പുറത്താക്കും. അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ ഒരാഴ്ച പോകാതെ അടുത്ത ആഴ്ചയായപ്പോൾ അവസാനത്തെ ആഴ്ചയിൽ അദ്ദേഹം അവസാനമായി ചെല്ലുന്ന ആഴ്ചയിൽ ആകെ മുറിച്ചേക്കുന്നത് വെറും 4 മരങ്ങളാണ്. അദ്ദേഹം ദേഷ്യത്തോടെ അദ്ദേഹത്തെ പുറത്താക്കി. തുടർന്നും വീണ്ടും ഇദ്ദേഹം തന്നെ വഴിയരികിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ ചെന്ന് കാണുകയും അദ്ദേഹത്തോട് ഇതേ രീതിയിൽ തന്നെ ചോദിച്ചു, സഹോദരാ, നിന്റെ പ്രശ്നം എന്താണ്? നിനക്ക് സഹായം വല്ലതും വേണോ? അങ്ങനെ അദ്ദേഹം ഒരാളെ പുതിയതായി വീണ്ടും കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിന് ജോലി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തനിക്ക് ലഭിച്ചിരുന്ന മുതലാളിയുടെ സൗഭാഗ്യങ്ങളെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇനി ഈ പുതുതായി വരുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ദൂരെ ഒരു മലയിൽ നിന്ന് അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹവും ഏകദേശം 16ഓളം മരങ്ങൾ മുറിച്ചു. രണ്ടാമത്തെ ആഴ്ചയിലും 16 മരങ്ങൾ തന്നെ, മൂന്നാമത്തെ ആഴ്ചയിലും 4-ാമത്തെ ആഴ്ചയിലും 5-ാമത്തെ ആഴ്ചയിലും ഈ 16 എന്ന സംഖ്യ കുറയുന്നില്ല. മുതലാളി ഓരോ ആഴ്ചകളിലും വരുമ്പോൾ വളരെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അദ്ദേഹം നിരീക്ഷിച്ചു, ഓരോ ആഴ്ചകൾ കഴിയും തോറും എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തിയും കോടാലിയും അരിവാളുമെല്ലാം ഇതാ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ് അവൻ ഉപയോഗിച്ചത്. ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ ആഴ്ചയിലും എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ ഉപയോഗിക്കുമ്പോൾ എണ്ണം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ഞാൻ എന്താണ് ചെയ്തത് ഇനി, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടിരുന്നത്? അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് ചോദിച്ചു, സഹോദര, ഞാൻ നിനക്ക് മുൻപേ ഇവിടെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ജോലിക്ക് വന്നപ്പോൾ നീ മുറിച്ചതുപോലെ തന്നെ ഏകദേശം 16ഓളം മരങ്ങളാണ് ഞാനും മുറിച്ചത്. പക്ഷേ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല. ഓരോ ആഴ്ചകൾ കഴിയും തോറും ആ മരങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യം മുതൽ, അല്ലെങ്കിൽ നിന്നെ ഈ ജോലിക്ക് എടുത്ത സാഹചര്യം മുതൽ നിന്നെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നീ ഇതുവരെ ഓരോ ആഴ്ചകൾ കഴിയും തോറും ഈ മരങ്ങളുടെ എണ്ണം ഇത് കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഒരു ദിവസം എൻ്റെ കൂടെ നിന്ന് നിരീക്ഷിക്കുക, ഞാൻ ചെയ്യുന്നതെല്ലാം എന്തെന്ന് നീ നോക്കിക്കാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ കൂടെ വന്ന് നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി ഞാൻ പഠിക്കാം. അങ്ങനെ ആ ദിവസത്തെ ജോലി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തൻ്റെ താമസിക്കുന്ന മുറിയിലേക്ക് വന്ന് തൻ്റെ പണിയായുധങ്ങൾ മൂർച്ച കൂട്ടാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് താങ്കൾ ചെയ്യുന്നത്? തൻ്റെ ജോലി കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഈ ആയുധമേ ഇട്ട് പണിയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഓരോ ദിവസവും നമ്മൾ ജോലി കഴിഞ്ഞു വന്ന് നമ്മുടെ പണിയായുധം മൂർച്ച കൂട്ടണം. അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾക്ക് തിരിച്ച് ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര പ്രവർത്തനം ഈ പണിയായുധം നമുക്ക് തിരിച്ച് തന്നെന്ന് വരത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ പ്രവർത്തിച്ചിരുന്നതിൽ താൻ ചെയ്തിരുന്ന തെറ്റ്. അതായത് താൻ പ്രവർത്തിച്ചിരുന്ന ജോലിയിൽ തനിക്ക് ആയുധത്തിന് മൂർച്ച കൂട്ടുക എന്നുള്ളൊരു പ്രവൃത്തി തനിക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് അദ്ദേഹത്തിന് പറ്റിയ പ്രശ്നം.
അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ആഴ്ചയിലും തൻ്റെ മരങ്ങളുടെ എണ്ണം കുറയാനുണ്ടായിരുന്ന സാഹചര്യം. അതായത് ഒരു വ്യക്തി തൻ്റെ ജോലി കഴിഞ്ഞ് തൻ്റെ ജോലിയുടെ പണിയായുധം ഓരോ ദിവസവും തുടച്ചു മിനുക്കി പുതുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നാളത്തെ ദിവസത്തേക്ക് ആ പണിയായുധവും കൂടി ക്രമപ്പെടുകയാണ്. ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കഥ നിനക്ക് മനസ്സിലായോ? കുഞ്ഞെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന, ഓരോ ദിവസവും നമ്മുടെ ജോലി, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞുവെന്ന് നമ്മൾ സമർപ്പിച്ചതാണെങ്കിലും നമ്മൾക്ക് ലഭിച്ചതാണെങ്കിലും ഇനി നമുക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ദൈവത്തോട് വീണ്ടും വീണ്ടും പറയണം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വചനം നീ കേട്ടിട്ടില്ലേ? ഈ വചനം നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നത് എന്തും തരാൻ വേണ്ടി യേശുക്രിസ്തുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും എല്ലാം തയ്യാറാണ്. ചോദിക്കാൻ നീ തയ്യാറാണോ? ലഭിച്ചാലും നന്ദിയുള്ളവനായിരിക്കാൻ നീ തയ്യാറാണോ? പലരും ചെയ്യുന്നത് തൻ്റെ ജോലികൾ കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നതിന് പകരം മറ്റു വിഗ്രഹങ്ങളിലേക്കും മറ്റു ബിംബങ്ങളിലേക്കും മറ്റ് വിശുദ്ധന്മാരുടെ അടുത്തേക്കും, അല്ലെങ്കിൽ ലോകം വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധർ തെറ്റാണെന്നല്ല, യേശുക്രിസ്തുവിനെ പ്രതി തൻ്റെ സമ്പത്തും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ ധനവും സകലതും ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നവരാണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധർ തന്നെ, അല്ലെങ്കിൽ അവരുടെ ജീവിതം വിശുദ്ധം തന്നെ. പക്ഷേ മനുഷ്യരോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വചനം പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകും. യേശുക്രിസ്തു പറയുക, ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കാൻ തയ്യാറാണോ? നമ്മുടെ പ്രാർത്ഥനാ വിഷയം വാക്കുകൊണ്ട് പറയുമ്പോഴാണ് അതിന് പ്രവൃത്തിയിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ അധരം തുറന്ന് അധരം കൊണ്ട് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് വരാത്തത്, നമ്മുടെ പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് വരാത്തത്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നിന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, രോഗി പ്രാർത്ഥിക്കുന്നതും രോഗിക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ്. അതായത് രോഗി പ്രാർത്ഥിക്കുമ്പോൾ അവനറിയാം ഞാൻ സഹിക്കുന്ന വേദന, അവനറിയാം ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, അവനറിയാം ഞാൻ അനുഭവിക്കുന്ന ഈ ദുരിതം. എന്നാൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് ഈ മൂന്ന് കാര്യങ്ങളും അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അത് പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു നൽകുക തന്നെ ചെയ്യും. മറ്റാരിലും രക്ഷയില്ല യേശുക്രിസ്തുവിൽ അല്ലാതെ. മറ്റു ദേവന്മാരിലേക്ക് നിങ്ങൾ പോകണ്ട, മറ്റു വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട, മറ്റ് ആചാരങ്ങളിലേക്കും കയ്യിൽ നൂല് കെട്ടുകയോ അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കുകയോ ഒന്നിലേക്കും നിങ്ങൾ പോകണ്ട. യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്ക്. ആ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. മക്കളെ, അധികം വൈകാതെ യേശുക്രിസ്തുവിൻ്റെ ഒരു വരവുണ്ട്. കാലത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പല അടയാളങ്ങളും ബൈബിളിൽ നൽകിയിട്ടിരിക്കുന്ന പല പ്രവചനങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഇനി അധിക സമയമൊന്നുമില്ല, അടയാളങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇതാ, നിങ്ങൾക്ക് അനുദപിക്കാനും തിരിച്ചു വരുവാനും ഇനിയും സമയമുണ്ട് എന്ന് കരുതി നാളെ നീളയാക്കരുത്. വരുവാനുള്ളവൻ അവൻ പറഞ്ഞ സമയത്ത് കള്ളനെ പോലെ പ്രത്യക്ഷനാകുമ്പോൾ നാം ഇവിടെ നിൽക്കാതെ അവനോടുകൂടെ ഉയർക്കുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാകാൻ ഇന്നേ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിയാം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.